യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായം 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ പ്രവാസത്തിൻ്റെ 12-ാം ആണ്ട് 10-ാം മാസം 5-ാം തീയതി യെരുശലേമിൽ നിന്ന് ചാടിപ്പോയ ഒരുത്തൻ എൻ്റെ അടുക്കൽ വന്നു. നഗരം പിടിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. ചാടിപ്പോയവൻ വരുന്നതിൻ്റെ തലേനാൾ വൈകുന്നേരം യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. രാവിലെ അവൻ എൻ്റെ അടുക്കൽ വരുമ്പോഴത്തേക്ക് യഹോവ എൻ്റെ വായ തുറന്നിരുന്നു. അങ്ങനെ എൻ്റെ വായ തുറന്നതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാതെ ഇരുന്നില്ല. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേൽ ദേശത്തിലെ ശൂന്യസ്ഥലങ്ങളിൽ പാർക്കുന്നവർ അബ്രഹാം ഏകനായിരിക്കെ അവന് ദേശം അവകാശമായി ലഭിച്ചു. ഞങ്ങളോ പലരാകുന്നു. ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായി ലഭിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ മാംസം രക്തത്തോടുകൂടെ തിന്നുകയും നിങ്ങളുടെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയും രക്തം ചൊരിയുകയും ചെയ്യുന്നു. നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ? നിങ്ങൾ നിങ്ങളുടെ വാളിൽ ആശ്രയിക്കുകയും മ്ലേച്ഛത പ്രവർത്തിക്കുകയും ഓരോരുത്തനും തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെ വഷളാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ? നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: എന്നാണ ശൂന്യസ്ഥലങ്ങളിൽ പാർക്കുന്നവർ വാൾ കൊണ്ട് വീഴും. വെളിമ്പ്രദേശത്തുള്ളവരെ ഞാൻ മൃഗങ്ങൾക്ക് ഇരയായി കൊടുക്കും. ദുർഗങ്ങളിലും ഗുഹകളിലുമുള്ളവരോ മഹാമാരി കൊണ്ട് മരിക്കും. ഞാൻ ദേശത്തെ പാഴും ശൂന്യവുമാക്കും. അതിൻ്റെ ബലത്തിൻ്റെ പ്രതാപം നിന്നുപോകും. ഇസ്രായേൽ പർവ്വതങ്ങൾ ആരും വഴിപോകാതെ വണ്ണം ശൂന്യമായി തീരും. അവർ ചെയ്ത സകല മ്ലേച്ഛതകളും നിമിത്തം ഞാൻ ദേശത്തെ പാഴും ശൂന്യവുമാക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും. മനുഷ്യപുത്ര, നിന്റെ സ്വജാതിക്കാർ മതിലുകൾക്കരികത്തും വീട്ടുവാതിൽക്കലും വെച്ച് നിന്നെക്കുറിച്ച് സംഭാഷിച്ചു. യഹോവയിങ്കൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്ന് വന്നു കേൾപ്പീനെന്ന് തമ്മിലും ഓരോരുത്തൻ താൻ്റെ സഹോദരനോടും പറയുന്നു. സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വന്ന് എൻ്റെ ജനമായിട്ട് നിന്റെ മുമ്പിൽ ഇരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു. എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. വായ്കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. നീ അവർക്ക് മധുരസ്വരവും വാദ്യ നൈപുണ്യവുമുള്ള ഒരുത്തൻ്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു. അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, ചെയ്യുന്നില്ല താനും. എന്നാൽ അത് സംഭവിക്കുമ്പോൾ ഇതാ അത് വരുന്നു. അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അറിയും.